എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെട്ടെന്നുണ്ടായൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു മൂഡ് വന്നു, ഇന്നൊരു വീഡിയോ എടുത്താലും. അപ്പോൾ ഒക്കെ പണികൾ കഴിഞ്ഞ സമയത്താണ് ഇങ്ങനൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചത് കേട്ടോ. അപ്പം എന്നാൽ ചോറ് തിന്നുന്ന സമയം മുതൽ നമ്മൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആക്കാമെന്നാണ് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്തൊക്കെ ചോറിന് ഉപ്പേരികൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ കാണിക്കാം. ആദ്യം അതന്നെ ആയിക്കോട്ടെ തുടക്കം. അപ്പോൾ വെണ്ടക്ക കറിയാണ് കേട്ടോ ഞാനിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു, അടിപൊളി പുളിയിഞ്ചിയാണ് കേട്ടോ. പിന്നെ നമ്മളെ വാഴക്കട മാണിത്തട്ടം എന്ന് പറയില്ലേ, വാഴ, അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഉപ്പേരി, അത് ഇളയമ്മ കൊടുന്നതാണ് കേട്ടോ. പിന്നെ മീനുണ്ടായിരുന്നു, ഷാഫി ആയിരുന്നു കേട്ടോ മീനിൻ്റെ പേര് അതാണ് കേട്ടോ, ഷാഫി. പിന്നെ കൂർക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ചോറൊക്കെ തിന്നിട്ട് അടിപൊളിയായിട്ട് ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വന്നു. വന്ന സമയത്ത് ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാൾക്കും ഒരുപോലെ അളവ് കറക്റ്റായിട്ട് ഞാനതിൽ ഒഴിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ മൂന്നാളും തർക്കമാവും. അപ്പം ഞാൻ അതൊക്കെ ഒഴിച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ മൂന്നാളും എടുത്തിട്ട് പിന്നെ ഞാൻ അവിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിന്നിടണുണ്ടപ്പോൾ പിന്നെ മറ്റവരൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടോ. ഇന്നലെ കൊടുത്തപ്പോൾ അവിലൊന്നും ആർക്കും വേണ്ട, ഇന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിട്ട് വന്നാൽ അല്ലെങ്കിലും പ്രത്യേക ഒരു പൈപ്പല്ല. അപ്പം മൂന്നാളും അത് കുടിച്ചിട്ടോ. അത് കുടിക്കലായിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ വെച്ചു. ഉമ്മാക്ക് ഞാൻ പൊക്കവട കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പൊക്കവട വേണ്ട, അവിലുണ്ടെങ്കിൽ അത് കുഴച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയിട്ട് ലേശം പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ചായ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെയാണ് ഇവിടെ അവല് കുഴക്കൽ. ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഉമ്മ അവല് കുഴക്കുമ്പോൾ ഞാൻ ആദ്യം ഞെട്ടിട്ട് ഈ ചായ ഒഴിക്കുന്നുണ്ടപ്പോൾ പിന്നെ അത് ശീലമായി. ഞാനും അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്യൽ. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും അവലും പിന്നെ കട്ടൻ ചായയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇപ്പയും മിന്നും സ്വത്തുമണിയും കൂടി കൊപ്പത്ത് പോയിട്ട് മീൻ വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പം മിന്നുവിനെ എളുപ്പം കുളിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കട്ടെ, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വാർന്നിടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ള റൂമിൽ കൂടുന്നതാണ്. അങ്ങനെ മിന്നുവിൻ്റെ മുടിയൊക്കെ വാർന്ന് സെറ്റാക്കി കൊടുത്ത് ഓള് പോയിട്ടോ. ഓള് പോയേക്ക് ഉമ്മ ചായ കുടിച്ചതിൽ ബാക്കി ഒരു ലേശം അവിലുണ്ടായിരുന്നു, അതും കട്ടൻ ചായയും ഞാൻ കുടിച്ചു. കനക്ക് നല്ല ചൂടൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ചായ കൊടുക്കുമ്പോൾ ഞാൻ കൂടുതൽ കൊടുക്കും. അപ്പം ഉമ്മ അതിൽ ബാക്കിയുണ്ടാവും. ആ ഫാനിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ആ കട്ടൻ ചായ ചൂടാറും, അപ്പം ഞാനത് കുടിക്കും. അങ്ങനെയാണ് ഞാൻ ചായ കുടിക്കാറുള്ളത് കേട്ടോ. എനിക്കത് പിന്നെ അങ്ങനെ ചൂടോടെ കുടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞേക്ക് ഞാൻ എന്താട്ടി, എളുപ്പം ചപ്പാത്തി പൊടി എടുത്തിട്ട് പിന്നെ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പരീക്ഷയിൽ പിന്നെ നാളെ പരീക്ഷ തുടങ്ങുകയാണ്, മിന്നുവിന് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട. ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷാണ് വരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ടെൻഷൻ അടിച്ചിട്ട് സമാധാനം പറഞ്ഞതില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ മഗ്‌രിബ് കൊടുക്കുന്നതിന് മുന്നേ നമ്മളെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനമല്ലേ. അപ്പോൾ സ്വത്തും പിന്നെ ഇപ്പയും ഇക്കാക്കയും ചിലപ്പം ഞാനും പിന്നെ ചപ്പാത്തിയാണ് തിന്നലുള്ളത് കേട്ടോ. അപ്പോൾ എളുപ്പം അതാണ് ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓല് വരും ചോദിക്കുമ്പോൾ കൊടുക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എളുപ്പം അത് കുഴച്ച് വെച്ച് അടച്ച് വെച്ചിട്ടോ. എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മയം വന്നോളൂ എന്ന് വിചാരിച്ചു. പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മോറി വെച്ച് പിന്നെ അതാണ് സെറ്റാക്കി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എളുപ്പം ചപ്പാത്തി കുഴച്ചെടുത്തിട്ട് അത് എളുപ്പം ചുട്ടെടുത്തു. അത് ചുട്ട് റെഡി ആയപ്പോഴത്തേന് ഇപ്പം മീൻ കൊണ്ട് വന്നിട്ടോ. ഈ ഒരു ബോക്സിലാട്ടോ മീൻ കൊണ്ടൽ. ഇത് കാറിൻ്റെ ഡിക്കിയിലാണ് വെക്കും, ഒരു ഐസ് ബോക്സാണ്. അപ്പോൾ നമ്മളെ കാറ് സ്മെല്ലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിലാണ് മീൻ കൊടുന്നിട്ട് എപ്പോഴും മീൻ കൊണ്ടൽ.
ഇപ്പോഴും അതിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഈ എ സി ഒക്കെ ഇടുമ്പോൾ ഭയങ്കര സ്മെല്ല് വരികയാണ്. അപ്പോൾ അത് കാരണം കാക്ക മേടിച്ചാട്ട് ഇത് ലേശം വലിപ്പം കൂടി, ഇതിൻ്റെ ചെറുതായിരുന്നു വേണ്ടത്. അങ്ങനെ മിന്നു വന്ന് നോക്കുമ്പോൾ മിന്നു നല്ല ഉറക്കത്തിലായിരുന്നു. കാറിൽ നിന്നൊക്കെ ഓളം കൊടുന്നിട്ട് കുറച്ച് നേരം ടി വി ഒക്കെ വെച്ചെടുത്ത് ഞാൻ കേട്ടോ. പിന്നെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ അടുത്തേക്ക്. ഞാനി എന്നെ കുറേ നേരം വെറുപ്പിച്ചിട്ടോ, കുറേ നേരം പ്രാന്താക്കി. അപ്പോൾ ചട്ടുകൊക്കെ കാണിച്ചിട്ട് പിന്നെ ഉമ്മ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവളെ ഭീഷണിപ്പെടുത്തി 2 ഉമ്മയൊക്കെ വാങ്ങിയിട്ടോ. അവള് സംസാരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഓളെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കിക്കിലൊക്കെ ആക്കിയിട്ട് ഓളെ കുറേ നേരം കളിപ്പിച്ചു. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തി 2 കവറിലാക്കി വെച്ചിട്ടോ. എന്നാൽ എപ്പോഴും വെള്ളത്തിലിടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് മത്തി 2 കവറിലാക്കി വെച്ചു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആവോലിയായിരുന്നു കേട്ടോ. അത് 3 കവറിലാക്കി വെച്ചു. അപ്പോൾ ഡെയിലി പിന്നെ മത്തി കറിയും വെക്കാം, മീൻ പൊരിക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി വന്നതിന് ശേഷം എന്താ റൂം കുറേ അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. കുറേ മടക്കി വെക്കാണ്ട് കുറേ ഒഴിവാക്കിയതാണ് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ അതിന് മിന്നുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ യൂണിഫോമാണ് കേട്ടോ ഇത്. മിന്നുവിന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, ഇത് എവിടുന്നാണ് വന്നത് നോക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഓൾ പറയുന്നുണ്ട്, ഉമ്മ ഇത് പിന്നെ നമുക്ക് പണിക്കൊക്കെ പോകുമ്പോഴാണ്, കാരണം പിന്നെ എന്താ ഒഴിവാക്കാൻ പറ്റാണ്ട്. ഞാനിത് ഒഴിവാക്കാക്ക് കളയാൻ തോന്നായിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയും കളയൊന്നുമില്ല, ഇങ്ങനെ ആയാലും സൂക്ഷിച്ചിട്ട് തന്നെ വെക്കും. ഒരു കേടുമില്ല, 1 വർഷം ഉപയോഗിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല തുണിയാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു ഉടുപ്പാണ്. അപ്പോൾ അത് കളയാൻ തോന്നുന്നില്ല. മിന്നുവിനും തന്നെ കണ്ടുനോക്കുമ്പോൾ കളയാൻ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ മിന്നുവിനെ പഠിപ്പിക്കലും പിന്നെ ഡ്രസ്സുകൾ മടക്കി വെക്കലും ഒക്കെ കൂടെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ രാത്രി കടലക്കറിയും ചപ്പാത്തിയായിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.